ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ കുറേ ദിവസം ഒന്ന് തപ്പി നോക്കിയപ്പോൾ കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രീഷ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാറ്റഗറി നമ്പർ 50/2022 ആണ്. എനിക്ക് തോന്നുന്നു അതൊരു കോമൺ എക്സാം ആയിരുന്നു കേട്ടോ. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രീഷ്യൻ, ദെൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രീഷ്യൻ, ദെൻ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതിലെ ഇലക്ട്രീഷ്യൻ. അങ്ങനെ 3 പരീക്ഷകൾക്ക് കോമൺ ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. നോക്കിയപ്പോൾ നമ്മുടെ നിലവിലെ സിലബസ് പ്രകാരം തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അങ്ങനെയുള്ളത് ഡിസ്കസ് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്യുന്നത്. സോ തുടങ്ങിയാലോ? യെസ്, അപ്പോൾ അതിൻ്റെ ഒരു 10ഓളം ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാം. ഉറപ്പാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് തന്നെയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ നോട്ട് ചെയ്യാതെ പോയ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്ക് പോയിട്ട് നോട്ട് വീണ്ടും കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനലിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലേലിസ്റ്റ്, ഒരു വീഡിയോ സീരീസ് ഒരു പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഫോളോ ചെയ്യുന്നൊരു സീരീസാണ്. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ദെൻ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ ഡ്യൂ ടു വിച്ച് ഇറ്റ് പാസസ് ഇലക്ട്രിക് കറണ്ട് ഈസ് കോൾഡ്. അല്ലേ, ഒരു കണ്ടക്ടറിന് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയുടെ പേരെന്താണ്? ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, റിലക്റ്റൻസ്, കണ്ടക്റ്റൻസ്. വളരെ ഈസിയാണ്. കണ്ടക്ടറിൻ്റെ കണ്ടക്ടിങ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് ആണല്ലേ. അതിൽ വേറെ നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനായിട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ആൻസറാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ റിലക്റ്റൻസ് എന്താ? യെസ്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും കമ്പയർ ചെയ്ത് പഠിക്കണം. അതിൻ്റെ ഒരു കമ്പയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ കാണാത്തവരാണ് കണ്ടു നോക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ട്രിക് സർക്യൂട്ടിലെ ഓപ്പോസിഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് അല്ലേ. ഇലക്ട്രിക് സർക്യൂട്ടിലെ ഓപ്പോസിഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അത് തന്നെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുന്ന സമയത്ത് എന്താവും? അത് റിലക്റ്റൻസ് ആവും അല്ലേ. റിലക്റ്റൻസ് ആവും. ഓപ്പോസിഷൻ ഫോർ ദി മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? അത് റിലക്റ്റൻസ് ആണ്. ദെൻ റെസിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ് എന്താ? റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എന്താ? അത് കണ്ടക്റ്റൻസ് അല്ലേ. കണ്ടക്റ്റൻസ് ആണ്. നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓപ്പോസിഷൻ ആണെങ്കിൽ കറണ്ട് ഫ്ലോവിൻ്റെ അല്ലേ, കറണ്ട് ഫ്ലോവിന് കാരണമാവുന്ന, കറണ്ട് ഫ്ലോവിനെ സഹായിക്കുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് എന്താ? അത് കണ്ടക്റ്റൻസ് ആണ്. സോ റിലക്റ്റൻസിൻ്റെ ഓപ്പോസിഷൻ എന്താ? അത് പെർമിയൻസ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ പെർമിയൻസ് ആണെന്ന് മനസ്സിലാക്കുക. സോ റിലക്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. യെസ്, നിങ്ങൾ ഓൾറെഡി കുറേ പ്രാവശ്യം കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാർബൺ പിക്ക് ചെയ്യാം അല്ലേ. വളരെ ഈസി ആയിട്ട് കാർബൺ പിക്ക് ചെയ്യാം. കാരണം ബാക്കിയുള്ളത് മൊത്തം മെറ്റൽസ് ആണ്. ഓക്കെ, ബാക്കിയുള്ളത് മൊത്തം മെറ്റൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താ? യെസ്, കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. നമുക്കറിയാം മെറ്റൽസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽ ആണല്ലേ. പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ് ആണ് മെറ്റൽസ്. ദെൻ സെമി കണ്ടക്ടേഴ്സും അല്ലേ, സെമി കണ്ടക്ടേഴ്സും അതേപോലെ ഇൻസുലേറ്റേഴ്സും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഇനി എന്താ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്? നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ഡിപ്പെൻഡൻ്റ് ആണ് ഈ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓംസ് ലോ പറയുമ്പോഴെന്താ? യെസ്, അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന് ഒരു അസംഷൻ എടുത്തിട്ടാണ് നമ്മൾ പറയുക. കാരണം ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസിൽ വേരിയേഷൻ ഉണ്ടാവും, അത് ഉറപ്പാണ്. സോ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസും, ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് അല്ലേ, ടെമ്പറേച്ചർ
കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയുകയാണെങ്കിൽ അല്ലേ, അതായത് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ പറയാം നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയും. സോ മെറ്റൽസിൻ്റെ കാര്യത്തിൽ പ്രത്യേകത മനസ്സിലാക്കുക, ടെമ്പറേച്ചർ കൂടുമ്പം അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും അഥവാ അതിൻ്റെ കണ്ടക്റ്റൻസ് കുറയും, കണ്ടക്ടിവിറ്റി കുറയും. സെമി കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും പ്രോപ്പർട്ടി എന്താ, അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ആ ഒരു ചാർജിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കാണിച്ചിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനൊരു ചോദ്യം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പോകേണ്ടത് എന്താണ്, യെസ്, ഇൻസുലേറ്ററിനും അതേപോലെ സെമി കണ്ടക്ടറിനുമാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി, ഇതിൽ നിന്ന് കണ്ടക്ടേഴ്സിനെ അങ്ങ് ഒഴിവാക്കിയാൽ മതി അല്ലേ. ഗോൾഡ് കണ്ടക്ടറാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടക്ടറാണ് ഗോൾഡ് അല്ലേ. ബ്രാസ്, മാംഗനിൻ ഇതൊക്കെ എന്താണ്, കണ്ടക്ടറാണ്. നമ്മൾ റെസിസ്റ്റൻസ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത് മാംഗനിൻ ആണ് അല്ലേ, കോൺസ്റ്റൻറ്റൻ മാംഗനിൻ ഒക്കെ പറയുന്നത്. ബ്രാസും ഗോൾഡും ഒക്കെ എന്താണ്, കണ്ടക്ടറാണ്, മെറ്റലാണ്. സോ കാർബൺ ആണ് ഇവിടുത്തെ നോൺ മെറ്റൽ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, റിയോസ്റ്റാറ്റ് ഡിഫേഴ്സ് ഫ്രം പൊട്ടൻഷ്യോമീറ്റർ ഇൻ ദി റെസ്പെക്ട് ദാറ്റ്. എന്താണ് പൊട്ടൻഷ്യോമീറ്ററും റിയോസ്റ്റാറ്റും തമ്മിലുള്ള വ്യത്യാസം? പൊട്ടൻഷ്യോമീറ്റർ സാധാരണ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന വേരിയബിൾ റെസിസ്റ്ററാണ്. റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് എന്താ, വേരിയബിൾ റെസിസ്റ്റർ തന്നെയാണ്, പക്ഷേ അത് ഇലക്ട്രിക് സർക്യൂട്ടുകളാണ് യൂസ് ചെയ്യുക അല്ലേ. ഹയർ റേറ്റിംഗ്, ഹയർ വോൾട്ടേജ് ആൻഡ് കറണ്ടിന് യൂസ് ചെയ്യുന്നതാണ് റിയോസ്റ്റാറ്റ്. ഹാസ് ലോവർ വാട്ടേജ് റേറ്റിംഗ് അല്ല, ഹാസ് ഹയർ വാട്ടേജ് റേറ്റിംഗ് കറക്റ്റ് ആണ്. ഓക്കെ, ഹയർ വാട്ടേജ് റേറ്റിംഗ് ആണ് കറക്റ്റ്. ഹാസ് ലാർജ് നമ്പർ ഓഫ് ടാപ്പിംഗ് അല്ല, ഹാസ് ലാർജ് നമ്പർ ഓഫ് ടേൺസ്. അത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഓക്കെ, അത് എന്താണ്, ഓഫ് കോഴ്സ് ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാസ് ഹയർ വാട്ടേജ് റേറ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ, ഇലക്ട്രിക്കൽ ലാബുകളിലാണ് നമ്മൾ റിയോസ്റ്റാറ്റ് യൂസ് ചെയ്യുക. റെസിസ്റ്റൻസ്, വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഓർമ്മയില്ലേ, ഈ ലോഡ് വേരി ചെയ്യുന്ന ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന റിയോസ്റ്റാറ്റാണ് യൂസ് ചെയ്യുക അല്ലേ. സോ അതിൻ്റെ പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാസ് ഹയർ വാട്ടേജ് റേറ്റിംഗ് എന്ന് തന്നെയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പം വേറെ എന്ത് ആൻസർ ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോവാം. എ കുളമ്പ് 1 കുളമ്പ് ചാർജ് ഈക്വൽസ് ടു ദി ചാർജ് ഓൺ. കൃത്യമായിട്ട് അറിയുന്നവർക്ക് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കാരണം ഓപ്ഷൻസ് വളരെ നിയർ ബൈ ആയിട്ടാണ് അല്ലേ. 6.24 × 10⁻18, 10⁻19, 10⁻17, 10⁻12. സോ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 6.24 × 10⁻18 ഇലക്ട്രോൺസ് ആണ്. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം 1.6 × 10⁻−19 അല്ലേ. അങ്ങനെയുള്ള 6.24 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ, 6.24 × 10⁻18 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നാൽ മാത്രമേ ഒരു കുളമ്പാവുകയുള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ്, 1.6 × 6.24 ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും. ഇനി 10⁻−19 × 10⁻18 അടിച്ച് കഴിഞ്ഞാൽ 10⁻−1, അതായത് 1. അതായത് നിങ്ങൾ ഈ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് 1 ആവുകയുള്ളൂ. സപ്പോസ് 10⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ, അവിടെ കിട്ടുക 10 കുളമാണ് അല്ലേ, 10 കുളമാണ്. സോ ഈ വാല്യൂസ് അത്ര ഓർമ്മയില്ലെങ്കിലും, അതിൻ്റെ പവർ അത്ര ഓർമ്മയില്ലെങ്കിലും കുറച്ചൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ആൻസർ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഡിറ്റക്ട് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ഈസ് നോൺ ആസ്. ഓക്കെ, ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ഡിറ്റക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാ? ഫ്രീക്വൻസി മീറ്റർ, ഓഡോമീറ്റർ, ഗാൽനോമീറ്റർ, റിയോസ്റ്റാറ്റ്. എന്താണ് ഗാൽനോമീറ്റർ ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഗാൽനോമീറ്റർ എന്ന് പറയുന്നത് ഒരു നൾ ഡിറ്റക്ടറാണ് അല്ലേ. 0 പോയിന്റിലായിരിക്കും അത് നോർമലായി കാണിക്കുക. സോ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ അത് മൂവ്മെൻറ്റ് കാണിക്കും അല്ലേ, ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കാണിക്കും. ഏത് ഭാഗത്തേക്കാണ് കറണ്ട് ഫ്ലോ എന്നുള്ള രീതിയിൽ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. സോ കറണ്ട് ഫ്ലോ ഡിറ്റക്ട് ചെയ്യുന്നത് ഗാൽനോമീറ്റർ ആണ്. ഈ ഗാൽനോമീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാം, വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനൊക്കെ നമുക്ക് പ്രൊവിഷൻ ഉണ്ട് അല്ലേ. യെസ്, സോ അത്തരം കാര്യങ്ങൾ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വേരീസ് ഇൻവേഴ്സ്ലി ആസ്. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി വേരി ചെയ്യുന്നത് ഏത് പ്രോപ്പർട്ടിക്ക് അനുസരിച്ചാണ്? നമ്മൾ ഈ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് ഇക്വേഷൻ എഴുതി വെക്കുക. R = ρ × L/A. സോ റെസിസ്റ്റിവിറ്റിക്ക് പ്രൊപ്പോർഷനാണ്, ലെങ്ത്തിന് പ്രൊപ്പോർഷനാണ്, ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് അല്ലേ. സോ റെസിസ്റ്റിവിറ്റി കട്ട് ചെയ്യാം, ഇൻവേഴ്സ്ലി അല്ലേ ചോദിച്ചേ. ലെങ്ത്തും കട്ട് ചെയ്യാം, ഇൻവേഴ്സ്ലി ചോദിച്ചുകൊണ്ട്. ഈ ടെമ്പറേച്ചറോ നിങ്ങൾ നോക്കിയേ, കണ്ടക്ടർ എന്നല്ലേ പറഞ്ഞേ. കണ്ടക്ടറിൻ്റെ കേസിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്
കണ്ടക്ടറിൻ്റെ കേസിൽ, അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടുക ചെയ്യുക അല്ലേ. അതുകൊണ്ട് തന്നെ ഇതും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്ക് ഡിയും കട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ കണ്ടക്ടർ എന്ന് കൊടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ഡി കട്ട് ചെയ്തത്. സപ്പോസ് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡി കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതൊരു ഡിലീറ്റ് ചെയ്യപ്പെടേണ്ട ചോദ്യമായിട്ട് മാറും. ഓക്കെ, സോ ഇവിടെ കണ്ടക്ടർ എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഫോർ എ കണ്ടക്ടർ ഇറ്റ് ഹാസ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്. അപ്പം നമുക്ക് ഡി കട്ട് ചെയ്യാം. ഇനി നോക്കിയേ, നമുക്ക് പറയാൻ വേണ്ടി പറ്റുക റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/a എന്നല്ലേ, 1 ഏരിയ എന്നല്ലേ. പക്ഷേ ഇവിടെ ഏരിയ ഇല്ല അല്ലേ. പക്ഷെ നോക്കിയപ്പോൾ എന്താ, ഡയമീറ്റർ ഉണ്ട്. ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ എന്ന് പറയുന്നത് ഡയമീറ്ററിന് പ്രൊപ്പോർഷണൽ അല്ലേ. എന്താ ഡയമീറ്റർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ ഡബിൾ ആണല്ലേ. റെസിസ്റ്റൻസ് ഇല്ല, റേഡിയസിൻ്റെ ഡബിൾ ആണ്. 2r ആണെന്ന് പറയാം. റേഡിയസ് r ആണെങ്കിൽ ഡയമീറ്റർ 2r ആണ്. ഏരിയ എന്താ? ഏരിയ πr² അല്ലേ. πr² അല്ലെങ്കിൽ ആറിന് പകരം d/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. സോ πd²/4 കിട്ടും. സോ ഏരിയക്ക് പ്രൊപ്പോർഷനാണ് ഡയമീറ്റർ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ അല്ലേ? യെസ്, അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ, വാരിസ്റ്റർ ആക്ട് ലൈക്ക്. വാരിസ്റ്റർ എന്ന് പറയുന്നത് എന്താ? വേരിയബിൾ റെസിസ്റ്റർ ആണ് വാരിസ്റ്റർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാരിസ്റ്റർ. അതൊരു ലീനിയർ റെസിസ്റ്റർ ആണോ? അല്ല, അതൊരു നോൺ ലീനിയർ റെസിസ്റ്റർ ആണ്. നോൺ ലീനിയർ റെസിസ്റ്റർ ആണ് വാരിസ്റ്റർ എന്ന് പറയുന്നത്. അതേപോലെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽസ്, NTC നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള റെസിസ്റ്റൻസ് വാരി ആ രീതിയിലുള്ള മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ മിക്കവാറും നോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ വാരിസ്റ്റർ ഈസ് എ നോൺ ലീനിയർ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ എന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാർബൺ റെസിസ്റ്റർ അല്ല, റെസിസ്റ്റർ വിത്ത് 0 ടെമ്പറേച്ചർ അല്ല അല്ലേ. അത് മാംഗനിനും കോൺസ്റ്റന്റിനും ഒക്കെയാണ് അല്ലേ. നമ്മളത് സ്റ്റാൻഡേർഡ് റെസിസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 0 ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പോവാം. മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രീഷ്യൻ സോൾഡർ. ഓക്കെ, നല്ല ക്വസ്റ്റൻ ആണ്. നമ്മൾ ഇലക്ട്രീഷ്യൻ സോൾഡറും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെയൊക്കെ സോൾഡേഴ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. ഇത്ര പെർസെൻറ്റേജ്, 63%, 37%, 60% ആൻഡ് 40% ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അതിൻ്റെ കൂടെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ കൂടി പറയാറുണ്ടായിരുന്നു. ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസും പറയാറുണ്ട്, ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റും പറയാറുണ്ട്. രണ്ടും പഠിച്ചിരിക്കണം കേട്ടോ, കാരണം രണ്ടും ചോദിക്കാറുണ്ട്. സോ ഇലക്ട്രീഷ്യൻ സോൾഡറിൻ്റെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ പറഞ്ഞേ. യെസ്, അത് 185 ഡിഗ്രി സെൽഷ്യസ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 185 ഡിഗ്രി സെൽഷ്യസ് ആണ്. അല്ലെങ്കിൽ 365 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും പഠിക്കണേ, രണ്ടും ഓർത്തിരിക്കണം. ചിലപ്പോൾ തരുന്നത് ഫാരൻഹീറ്റിലാവാം. ഇനി ഡിഗ്രീനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ്? സി ഈസ് ഈക്വൽ ടു മനസ്സിലാക്കുക. എപ്പോഴും ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും കുറഞ്ഞ വാല്യൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എപ്പോഴും കുറഞ്ഞ വാല്യൂ ഉണ്ടാവുക. അതുകൊണ്ട് 5/9 9/5 ആണോ എന്നൊക്കെ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ട് ഉണ്ടാവാറുണ്ട്. ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞ വാല്യൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും 5/9 വരുള്ളൂ. ദെൻ ഫാരൻഹീറ്റ് വാല്യൂ -32. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് ബോക്സ് ആക്കി വെക്കുക. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും മിക്കവാറും. ഇനി ഡിഗ്രീനെ കെൽവിനേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? സോ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്രയാണ്? 273 കെൽവിനാണ് അല്ലേ. 273 കെൽവിനാണ്. ആക്ച്വലി 273.15 അങ്ങനെ ഒരു ചെറിയൊരു വാല്യൂ ഉണ്ട്. നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചാൽ മതി. ദെൻ ഈ കാര്യം ഓർത്ത് കഴിഞ്ഞാൽ ബാക്കി ഓരോ ഡിഗ്രി കൂടുമ്പോഴും കെൽവിൻ ഓരോ ഡിഗ്രി കൂടി വരും അല്ലേ. അത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ -32. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? വളരെ നല്ല ചോദ്യമാണ്. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന ഒരു സിമ്പിൾ സാധനമാണ് കേട്ടോ. ഗോൾഡ്, അയേൺ, അലൂമിനിയം, കോപ്പർ. അപ്പം ഗോൾഡ് കണ്ടാൽ ഗോൾഡ് ആണോ എന്നൊക്കെ ഡൗട്ട് വരാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഓർഡർ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ആൻസർ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും.
സോ നമ്മൾ ഏറ്റവും കണ്ടക്ടിവിറ്റി കൂടിയത് ഏത് മെറ്റലിനാണ് പറയാറ്? ഓർമ്മയുണ്ടോ? അത് സിൽവറാണ് കേട്ടോ. സിൽവർ, കോപ്പർ, ഗോൾഡ്, അലൂമിനിയം, അതിൻ്റെയൊക്കെ കുറേ താഴെയാണ് അയേൺ വരിക എന്ന് മനസ്സിലാക്കുക. സോ സിൽവറാണ് ഏറ്റവും കണ്ടക്ടിവിറ്റി കൂടിയത്, ദെൻ കോപ്പർ, അലൂമിനിയം, ഗോൾഡ്, അലൂമിനിയം കേട്ടോ. ഈ രീതിയിലാണ് പോവുക. സോ സിൽവർ കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് പൊതുവെ വയറിലും അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിലൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കോപ്പർ എടുത്തിട്ട് വയറിങ്ങിന് യൂസ് ചെയ്യും അല്ലേ? യെസ്, കോപ്പർ നമ്മൾ വയറിങ്ങിന് യൂസ് ചെയ്യും. ദെൻ ഗോൾഡും കോസ്റ്റ്ലി ആണ്. ദെൻ അലൂമിനിയം നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്മിഷൻ മേഖലയിൽ മുഴുവനായിട്ട് അലൂമിനിയം, അതിൻ്റെ കൂടെ സ്റ്റീൽ റെയിൻഫോഴ്സ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. സോ സിൽവർ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? സിൽവർ ഇവിടെ ഓപ്ഷനിലില്ല. അതുകൊണ്ട് തന്നെ സിൽവർ നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നല്ല ചോദിച്ചത്. അവിടെ ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളതല്ലല്ലോ ചോദിച്ചത്. താഴെ പറയുന്നതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ അല്ലേ? സോ അതിനുശേഷമുള്ള കോപ്പർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കോപ്പർ സെലക്ട് ചെയ്യാം. പലപ്പോഴും ഗോൾഡ് എ ഓപ്ഷനിൽ വരുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ഗോൾഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കുക, കോപ്പർ കഴിഞ്ഞിട്ടാണ് ഗോൾഡിൻ്റെ കണ്ടക്ടിവിറ്റി കേട്ടോ. ഇത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റിൻ്റെ കേസിലും ഏകദേശം ഇതേപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, മാക്സിമം കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് 1.5 mm² അലൂമിനിയം വയർ. ഓക്കെ, 1.5 mm² അലൂമിനിയം വയറിൻ്റെ മാക്സിമം കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ പ്രകാരമാണ് ഇതിൻ്റെ ഒരു ആൻസർ കൊടുത്തിട്ടുള്ളത്. ദെൻ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് കോപ്പർ വയറാണെങ്കിൽ അതിൻ്റെ നോർമൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഫോർ എ 1.5 mm 16 ആംപിയർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ടേബിളായിട്ട് കൊടുത്ത സമയത്ത് കണ്ടോ ഈ രീതിയിൽ 1.5 mm², ഇത് ക്രോസ് സെക്ഷൻ ഏരിയ ആണ്, അത് ഡയമീറ്റർ അല്ലാതെ മനസ്സിലാക്കുക. 1.5 mm²ന് 2 കേബിൾ സിംഗിൾ ഫേസ് AC ഓർ DC. കോപ്പറിൻ്റെത് 13 എന്ന ടേബിൾ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം ആണെങ്കിൽ 8 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവർ ആൻസറിൽ പിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ 8 ആംപിയർ എന്നതാണ് അവർ ആൻസറിൽ പിക്ക് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ C ആണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു വാല്യൂ കറക്റ്റായിട്ട് ഉണ്ടാവേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് ആയതുകൊണ്ടും ഓക്കെ, അതേപോലെ ഇത് തന്നെയാണ് ആൻസർ കീയിൽ കൊടുത്തുകൊണ്ടും നമുക്കിങ്ങനെ പഠിക്കാനേ നിവൃത്തിയുള്ളൂ. ഇനി നിങ്ങൾ വേറെ എവിടെയെങ്കിലും വേറെ വാല്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കത് കമൻറ്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത് ഓപ്ഷൻ C 8 ആംപിയർ ആണ് കേട്ടോ. യെസ്, സോ ഇത്രയും കാര്യങ്ങൾ മതി. 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ്? എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഭാഗം നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്നും കൂടി ഒന്ന് നോക്കുക. കൃത്യമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് പഠിത്തം മുന്നോട്ട് പോവുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു 30 to 40 ഡേയ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ലൊരു മാർക്ക് വാങ്ങി റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്